ഹോം ഈസ് നോട്ട് എ പ്ലേസ്, ഇറ്റ്സ് എ ഫീലിംഗ് എന്ന് പറയാറുണ്ട്. അതായത് വീടെന്ന് പറഞ്ഞാൽ ഒരു ഇടം എന്നതിലുപരി അതൊരു വികാരമാണെന്ന് പറയാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയേറെ പ്രസക്തമാണ്. അതായത് നമ്മൾ മലയാളികൾ ഒരു ആയുഷ്കാലത്തെ സമ്പാദ്യം കൂട്ടിവെച്ചൊരു ഇടമായിരിക്കും നമ്മളെ സംബന്ധിച്ചോളം വീട്. അത്തരത്തിൽ നിർമ്മിച്ചൊരു വീടിൻ്റെ വിശേഷങ്ങളാണ് പുതിയ ലക്കം സ്വപ്ന വീടിൽ. നമ്മളിന്നുള്ളത് മാവേലിക്കരയ്ക്കടുത്ത കരിപ്പുഴയിലാണ്. ഇവിടെയുള്ള മനോജിൻ്റെയും ശ്രുതിയുടെയും കാർത്തിക എന്ന സ്വപ്ന വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു മോഡേൺ കണ്ടംപററി രീതിയിൽ പണിതൊരു വീടാണിത്. എന്നിരുന്നാലും ഇതിൻ്റെ എലിവേഷന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല. അതിനു പകരം വിവിധ ഇടങ്ങളുടെ ഒരു സങ്കലനമായിട്ടാണ് ഈ വീട് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ ഒരു പച്ച തുരുത്താണ് നമ്മളെ വരവേൽക്കുന്നത്. നമുക്ക് അവിടേക്ക് പോകാം. ഈ വീടിൻ്റെ ഒരു കളർ തീം നമുക്ക് ഈ രണ്ട് ഭിത്തികളിൽ കാണാൻ സാധിക്കും. അതായത് ഒരു ടെറാക്കോട്ട ഫിനിഷും ഒരു സിമെൻറ്റ് ടെക്സ്ചർ പുട്ടി ഫിനിഷുമാണ് ഈ വീടിൻ്റെ എലിവേഷനിൽ എല്ലായിടത്തും മാറി മാറി വരുന്നത്. $33 സെൻസ് ഓഫ് ലാൻഡിലാണ് ഈ വീട്, ഈ സമകാലിക ശൈലി ഒരുക്കിയ വീടുള്ളത്. ഈ വീട്ടിലെ ഇടങ്ങളൊന്ന് പറയാം. അതായത് താഴെ ഒരു ചെറിയ സിറ്റ് ഔട്ട്, അതിൽ തുറന്ന് കയറുമ്പോൾ ഒരു ഫോർമൽ ലിവിങ്, ഫാമിലി ലിവിങ്, ഡൈനിങ് ഒരു ഓപ്പൺ ഹാളിൻ്റെ ഭാഗമായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. കിച്ചൺ, വർക്ക് ഏരിയ, താഴെ 2 ബെഡ്റൂംസ്, അറ്റാച്ച്ഡ് ബാത്റൂംസ്, 2 കോർട്ട്യാർഡുകൾ, പിന്നെ മുകളിലേക്ക് വരുമ്പോൾ 2 ബെഡ്റൂംസ്, അറ്റാച്ച്ഡ് ബാത്റൂംസ്. ഇത്രയുമാണ് ഏകദേശം ഒരു 2800 സ്ക്വയർ ഫീറ്റിൽ ഈ വീട്ടിൽ ഒരുക്കിയിട്ടുള്ളത്. ഇത് ഈ വീടിൻ്റെ ഒരു ഔട്ടർ കോർട്ട്യാർഡ് സ്പേസ് ആണ്. രാവിലെയും വൈകുന്നേരങ്ങളും ഒക്കെ വളരെ അലസസുന്ദരമായിട്ട് ചെലവഴിക്കാൻ പറ്റിയ വളരെ മനോഹരമായിട്ടൊരു സ്പേസ്. പരിപാലനം കൂടെ എളുപ്പം ഉള്ള വളരെ ട്രോപ്പിക്കൽ പ്ലാന്റ്സ് ഇവിടെ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും ഈ വീടിൻ്റെ ഒരു യൂണിറ്റാണ്. ഈ ഒരു ഹൈറ്റ് കൂട്ടി കാണുന്നത് ഈ വീട്ടിലെ ഒരു ബെഡ്റൂമാണ്. ഇതിനോട് ചേർന്ന് പ്രൈവസിക്കായിട്ട് അത് നൽകിയിരിക്കുന്ന ഒരു കോർട്ട്യാർഡ് സ്പേസ് ആണ്. അപ്പോൾ ശരിക്കും ഈ വീടിന് പുറത്തെ ഈ പച്ചപ്പ് വീടിന് ഉള്ളിലേക്കും ലഭിക്കുന്ന രീതിയിൽ ഇവിടെ എല്ലാം ജാലകങ്ങളും കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായ ഒരു പോസിറ്റിവിറ്റി നിറയ്ക്കാൻ ഈ ഒരു സ്പേസുകൾക്ക് സാധിക്കുന്നുണ്ട്. 3 ബഫർ സോൺസ് ആയിട്ടാണ് ഈ വീട് ശരിക്കും വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇത് ഒരു പബ്ലിക് സ്പേസ്, നമ്മുടെ ഓപ്പൺ കോർട്ട്യാർഡൊക്കെ വരുന്ന ഒരു പബ്ലിക് സ്പേസ്. ഇവിടേക്ക് വരുമ്പോൾ നമ്മുടെ സിറ്റ് ഔട്ട്, ലിവിങ് ഒക്കെ വരുന്ന ഒരു സെമി പബ്ലിക് സ്പേസ്. ഇനി അപ്പുറത്തെ ഭാഗത്തേക്ക് പോകുമ്പോൾ ബെഡ്റൂംസ് ഒക്കെ അടങ്ങുന്ന പ്രൈവറ്റ് സ്പേസ്. ഇങ്ങനെ 3 സോൺസ് ആയിട്ടാണ് ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഗ്രഹനാഥന് ബിസിനസ്സാണ്. ഈ വശത്ത് കാണുന്ന അദ്ദേഹത്തിൻ്റെ ഗോഡൗൺ ആണ്. അപ്പോൾ വീടിൻ്റെ ഈ ഒരു മുൻവശത്തൂടെ വാഹനങ്ങൾ സ്ഥിരം ഗോഡൗണിലേക്ക് പോകാറുണ്ട്. അപ്പോൾ അതിൽ നിന്നും വീടിനൊരു പ്രൈവസി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഹൈറ്റ് കൂട്ടി ഇവിടെ സ്റ്റെപ്സ് ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ പച്ചപ്പോണ്ട് ഒരു ബഫർ സോൺസും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം വൈകുന്നേരങ്ങളിലൊക്കെ വീട്ടുകാർക്ക് ധാരാളം ആൾക്കാരൊക്കെ വരുമ്പോൾ ഇതൊന്ന് സംസാരിക്കാനുള്ള പ്രൊവിഷനും അതിലൂടെ ലഭിച്ചിട്ടുണ്ട്. പല മുഖങ്ങളുള്ള വീട് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. അതായത് ഓരോ ഭാഗത്തു നിന്ന് നോക്കുമ്പോഴും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ്. ഇത് വീടിൻ്റെ പിൻവശമാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കറക്റ്റ് ഒരു ഫ്ലാറ്റ് ബോക്സ് ആകൃതിയാണ് വീടിന് ലഭിക്കുന്നത്. നമുക്കിനി വീടിൻ്റെ സിറ്റ് ഔട്ട് സ്പേസിലേക്ക് പോവാം. അങ്ങനെ വലിയ വിശാലമായ സിറ്റ് ഔട്ട് സ്പേസ് ഒന്നുമല്ല, വളരെ മിനിമലായിട്ടുള്ള, ഇവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള വളരെ മിനിമലായിട്ടൊരു സിറ്റ് ഔട്ട് സ്പേസ്. ഒരു ഇൻബിൽറ്റ് സീറ്റിംഗ് ഉള്ള ഷൂ റാക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ധാരാളം പ്ലാന്റ്സ് കൊടുത്ത് ഒരു പച്ചപ്പൊക്കെ നിറച്ചിട്ടുണ്ട്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനൽ, വാതിൽ, കട്ടിലുകൾ, ചില ഫർണിച്ചേഴ്സൊക്കെ ഈ പഴയ തടിപ്പോസ്റ്റ് വാങ്ങി റീയൂസ് ചെയ്തിരിക്കുകയാണ്. അതായത് അപ്പം കുറഞ്ഞ ചിലവിൽ ലഭിക്കുകയും ചെയ്യും, നല്ല ഗുണനിലവാരമുള്ള തടി ലഭിക്കുകയും ചെയ്യും. അതൊരു കൗതുകമാണ്. അങ്ങനെ പഴയ തടി പോസ്റ്റുകൾ വാങ്ങി അത് റീഫർബിഷ് ചെയ്താണ് ഇവിടുത്തെ ഈ ചില ഫർണിച്ചറുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് എന്നൊരു കൗതുകമുണ്ട്. അപ്പോൾ നമുക്കിനി വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ പ്രധാന വാതിൽ തുറന്നു വരുന്നത് വളരെ അതിമനോഹരമായിട്ടൊരു ലിവിങ് സ്പേസിലേക്കാണ്. അപ്പോൾ ഇതാണ് വീട്ടുകാർ, മനോജ്, ശ്രുതി. നമസ്കാരം. ഓക്കെ, അപ്പം വളരെ മനോഹരമായിട്ടുള്ള വീടാണ്. അപ്പം എന്തായിരുന്നു ഈ വീട് നിർമ്മിക്കുമ്പോൾ നിങ്ങളുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്? നമുക്ക് കാറ്റും വെളിച്ചവും കയറുന്ന, ഏറെ നല്ലപോലെ സർക്കുലേഷനൊക്കെ ഉള്ള നല്ല പച്ചപ്പൊക്കെ ഉള്ളൊരു വീടായിരുന്നു നമ്മൾ മനസ്സിലെ ഉദ്ദേശം. നിങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോ ലിവിങ്ങിൽ വേണം നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പം അത് ഈ ഒരു പാറ്റേണിലാക്കാവുന്ന കൈലാസിന് ആർക്കിടെക്ടിനോട് പറഞ്ഞു, അദ്ദേഹം അത് ചെയ്തു തന്നെ അല്ലേ?
ലിവിങ്ങിലേക്ക് കടക്കുമ്പോൾ ഒരു സവിശേഷത എന്ന് പറയുന്നത് ഇവിടെ സീലിംഗ് ഹൈറ്റ് പതിവിലും ഉയർത്തിയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഡബിൾ ഹൈറ്റ് സ്പേസ് അല്ലെങ്കിൽ വിശാലമായ സ്പേസിലേക്ക് കടക്കുന്ന ഒരു പ്രതീതി നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഇത് ലിവിങ്ങിനോട് ചേർന്ന് തന്നെയുള്ളൊരു വാട്ടർ ബോഡിയാണ്. കാറ്റ്, വെളിച്ചം, പച്ചപ്പ് എല്ലാം കൂടെ നിറയുന്ന ഒരു നല്ലൊരു ബഫർ സ്പേസ് ആയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പാർട്ടീഷൻ സ്പേസുകളൊക്കെ ചെയ്യാനായിട്ട് സ്ലൈഡിങ് ഫോൾഡിങ് വിൻഡോസ് ഒക്കെയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടെ ചെയ്തിരിക്കുന്നത് പിവറ്റ് വിൻഡോസ് ആണ്. കുറച്ചുകൂടെ സ്ലൈഡിങ് ഫോൾഡിങ്ങിനൊക്കെ കുറച്ചുകൂടെ കുറേ കാലം കഴിയുമ്പോൾ മെയിൻ്റനൻസിൻ്റെ ഒരു പ്രശ്നം വരാറുണ്ട്. അത് ഒഴിവാക്കാനായിട്ടാണ് കുറച്ചുകൂടെ മെയിൻ്റനൻസ് ഫ്രീ ആയിട്ടുള്ള പിവറ്റ് വിൻഡോസ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതിങ്ങനെ വളരെ ഈസി ആയിട്ട് തുറന്നടയ്ക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഫോർമൽ ലിവിങ്ങിൽ നിന്ന് നമ്മൾ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഒരു സെൻട്രൽ പോർഷനിലേക്കാണ്. അതായത് ഡൈനിങ്, ഫാമിലി ലിവിങ്, ഇത് രണ്ടും ഒരു ഓപ്പൺ ഹാളിൻ്റെ ഭാഗമായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഇത് ഡൈനിങ് സ്പേസ്, അതിനോട് അറ്റാച്ച് ചെയ്ത് TV യൂണിറ്റ് ഉണ്ട്. ഈ ഡൈനിങ് സ്പേസിൻ്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പഴയ തടി പോസ്റ്റുകൾ കുറഞ്ഞ ചിലവിൽ വാങ്ങി റീഫർബിഷ് ചെയ്താണ് നിർമ്മിച്ചിട്ടുള്ളത്. അത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെ ഈ വീട്ടിലെ ഫാമിലി ലിവിങ് സ്പേസ് അതിമനോഹരമായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതൊരു ഡബിൾ ഹൈറ്റ് സ്പേസ് ആണ് കേട്ടോ. ഈ ഒരു ഡബിൾ ഹൈറ്റ് സ്പേസിൻ്റെ ഈ ഒരു ഭാഗം മുഴുവൻ ഫുൾ ലെങ്തിൽ വിൻഡോസ് ആണ്. ഫുൾ ലെങ്ത് വിൻഡോസ് അത് ശരിക്കും തുറക്കാവുന്ന വിൻഡോസ് ആണ്. നമുക്ക് അതുവഴി ആ സൈഡ് യാർഡിലേക്ക് ഇറങ്ങാനും സാധിക്കും. അപ്പം ശരിക്കും ഒരു പകൽ സമയത്തൊന്നും ലൈറ്റ് ഇടേണ്ട കാര്യമേ ഇല്ല. ധാരാളം ലൈറ്റ് നാച്ചുറൽ ലൈറ്റ് സമൃദ്ധമായിട്ട് വീടിനുള്ളിൽ എത്തുന്നുണ്ട്. മറ്റൊരു സവിശേഷത ഇതിൻ്റെ സീലിംഗ് ആണ്. ഇത് ശരിക്കും ഒരു പെർഫറേറ്റഡ് കോൺക്രീറ്റ് സീലിംഗ് ആണ്. അതായത് ഈ ഷട്ടറൊക്കെ അടിക്കുന്ന സമയത്ത് MDF വെച്ച് അതിൽ കോൺക്രീറ്റ് നിറച്ച് പ്രത്യേക രീതിയിൽ രൂപകൽപ്പന ചെയ്ത ഒരു കോൺക്രീറ്റ് സീലിംഗ് ആണ്. അതിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ഡയറക്റ്റായിട്ടുള്ള ചൂടിനെ അല്പം ഡിസ്ട്രാക്ട് ചെയ്ത് ഒരു കൺട്രോൾഡായിട്ട് വീടിനുള്ളിൽ എത്തിക്കുക എന്നൊരു ലക്ഷ്യം കൊണ്ടാണ് ഇങ്ങനെ ഒരു കോൺക്രീറ്റ് സീലിംഗ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ ശരിക്കും നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ഗ്ലാസ് ആണെന്ന് തോന്നും. പക്ഷേ അത് ഗ്ലാസ് അല്ല, ട്രാൻസ്പെറൻറ്റ് ട്രഫോൾഡ് ഷീറ്റാണ്. അപ്പോൾ ഈ സീലിങ്ങിനും ആ ഷീറ്റിനും ഇടയിൽ ഒരു വാക്വം സ്പേസ് ഉണ്ട്. അപ്പോൾ അതുവഴി ഈ അകത്തുള്ള ചൂടുവായു മുകളിലേക്ക് പോകുന്ന ഒരു സംവിധാനമാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വീടിൻ്റെ ഉള്ളിലെ കാലാവസ്ഥ വളരെ സുഖകരമായിട്ടൊരു കാലാവസ്ഥ വീടിനുള്ളിൽ എപ്പോഴും നിലനിൽക്കുന്ന രീതിയിലാണ് ഇത് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് അവിടെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ താഴെയുള്ള കാഴ്ചകളൊക്കെ കാണാം. അങ്ങനെ രണ്ട് നിലകളും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ സ്പേസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഡൈനിങ്ങിൽ നിന്ന് നമ്മൾ പ്രവേശിക്കുന്നത് ഈ വീട്ടിലെ ഏറ്റവും മനോഹരമായ ഒരു സ്പേസിലേക്കാണ്. ഒരു ഇൻഡോർ കോർട്ട്യാർഡ്. ഇത് ശരിക്കും ഒരു ട്രാൻസിഷൻ സ്പേസ് കൂടിയാണ് കേട്ടോ. അതായത് ശരിക്കും ഈ ഒരു വാതിൽ ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നത് ഒരു ബെഡ്റൂമിലേക്കാണ് ശരിക്കും. അപ്പം ഈ ഒരു വാതിൽ അടച്ചിട്ട് കഴിഞ്ഞാൽ ഈ ബെഡ്റൂം ശരിക്കും നമുക്ക് സെപ്പറേറ്റ് ഒരു യൂണിറ്റായിട്ട്, ഒരു പ്രൈവസി ഉള്ള യൂണിറ്റായിട്ട് മാറ്റാനും കൂടെ സാധിക്കും. അങ്ങനൊരു ഗുണമുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ശരിക്കും ഒരു ബ്രിഡ്ജിലാണ്. ഇതിൻ്റെ താഴ്വശം വരെ ഈ ഒരു വാട്ടർ ബോഡി ഉണ്ട്. അതിലേക്കൊരു ബ്രിഡ്ജാണ് കണക്ട് ചെയ്യുന്നത്. ഇവിടെ എല്ലാം ധാരാളം ഇൻഡോർ പ്ലാന്റ്സ് കൊടുത്ത് ഹരിതാപം നിറച്ചിട്ടുണ്ട്. മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രിൽസ് ഇട്ട് ഗ്ലാസ് റൂഫിങ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പകൽ സമയം മുഴുവൻ നാച്ചുറൽ ലൈറ്റ് സമൃദ്ധമായിട്ട് വീടിനുള്ളിൽ ലഭിക്കുന്നു. വളരെ ഒരു പോസിറ്റീവ് ആംബിയൻസ് നമുക്ക് വീടിനുള്ളിൽ ലഭിക്കാനായിട്ട് ഈ ഒരു സ്പേസ് വളരെയധികം സഹായിക്കുന്നുണ്ട്. ഇതിനുള്ളിൽ കോഴിക്കാർപ്പൊക്കെ ഉണ്ട്. അപ്പം ഇടയ്ക്ക് അവ ഇങ്ങനെ പൊങ്ങി വരുന്നതും ഒക്കെ വീടിൻ്റെ ഒരു മൊത്തത്തിലുള്ള ആംബിയൻസ് വർദ്ധിപ്പിക്കുന്നതിൽ ഈ ഒരു സ്പേസ് വളരെയധികം സഹായിക്കുന്നുണ്ട്. ഈ വീട്ടിൽ മൊത്തം 4 ബെഡ്റൂംസ് ആണുള്ളത്. താഴെ 2 ബെഡ്റൂം, മുകളിൽ 2 ബെഡ്റൂം. അപ്പം ഇപ്പം നമ്മളുള്ളത് ഈ വീട്ടിലെ താഴത്തെ മാസ്റ്റർ ബെഡ്റൂമിലാണ്. വളരെ ഒരു സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ലുക്കിലാണ് ഈ വീട്ടിലെ ബെഡ്റൂംസ് എല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എല്ലാത്തിനും ഒരു യൂണിഫോം ഡിസൈൻ പാറ്റേൺ ആണ്. അതായത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഹെഡ് സൈഡ് വോളിൽ ഫുൾ ലെങ്ത് വിൻഡോസ് ഉണ്ടാവും. അതായത് കുറച്ചുകൂടെ പ്രൈവസിയും വേണം, അതേസമയം നാച്ചുറൽ ലൈറ്റ് ഉള്ളിലെത്തുകയും വേണം. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹെഡ് സൈഡ് വോൾ ത്രൂ ഔട്ട് ഒരു ഗ്ലാസ് വിൻഡോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ സൈഡ് സീറ്റിംഗ് പോലെ ചെയ്തിട്ടുണ്ട്. ബുദ്ധ പെയിൻറ്റിംഗ് ഒക്കെ വെച്ച് നല്ലൊരു ക്യൂട്ടായിട്ടൊരു സ്പേസ്. പിന്നെ ഈ കോട്ടിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ അടിയിൽ സ്റ്റോറേജ് സ്പേസ് കൂടിയുള്ള കോട്ടാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. അത്യാവശ്യം സ്റ്റോറേജ് നൽകിയിട്ടുണ്ട്. ഇവിടേക്ക് മാറി ഒരു ഫുൾ ലെങ്ത് ഗ്ലാസ് വാർഡ്രോബ്, അതിനോട് ചേർന്ന് അറ്റാച്ച്ഡ് ടോയ്ലറ്റ്, അവിടെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. ഈ വീട്ടിൽ എവിടെ നിന്നാലും പച്ചപ്പിലേക്ക് തുറക്കുന്ന മനോഹരമായിട്ടുള്ള ഇടങ്ങളുണ്ട്. ഈ മാസ്റ്റർ ബെഡ്റൂം തുറക്കുന്നത് തന്നെ മനോഹരമായിട്ടുള്ളൊരു പ്രൈവറ്റ് കോർട്ട്യാർഡിലേക്കാണ്. ഇത് നമ്മൾ ആ ഫാമിലി ലിവിങ്ങിൽ കണ്ട പെർഫറേറ്റഡ് സിമെൻറ്റ് സീലിംഗ് നമുക്ക് ഇവിടെ അടുത്ത് നിന്ന് തൊട്ട് മനസ്സിലാക്കാൻ സാധിക്കും.
ശരിക്കും നമ്മുടെ ഒരു ട്രോപ്പിക്കൽ കാലാവസ്ഥയിലെ ആ മഴയുടെയൊക്കെ ഈറിൻ്റെ ഒക്കെ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു ഈ ഒരു സീലിംഗ് അല്പം ഹൈറ്റ് കുറച്ചിങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലും ആ ട്രഫോൾഡ് ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. എത്ര തിരക്കിട്ട ജീവിത സാഹചര്യങ്ങളിലാണെങ്കിലും വീട്ടിലേക്ക് വന്ന് ഇങ്ങനെ പച്ചപ്പൊക്കെ കണ്ട് ഇങ്ങനെ അലസസുന്ദരമായിട്ടിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിംഗ് അല്ലേ, അതൊരു പ്രത്യേക അനുഭൂതി തന്നെയാണ് അല്ലേ. ഇനി നമ്മൾ ഇത് ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് ശരിക്കും ചുറ്റുമതിലാണ്. ആ അപ്പുറത്ത് കാണുന്നത് വീടിൻ്റെ മുൻവശത്തുള്ള ചുറ്റുമതിലാണ്. ഇത് ശരിക്കും സെറ്റ് ബാക്കാണ്. ഈ സെറ്റ് ബാക്കിനെ ഒരു പ്രൈവറ്റ് കോർട്ട്യാർഡാക്കി മാറ്റിയിരിക്കുകയാണ് ഇവിടെ. അതായത് സ്പേസുകളുടെ യൂട്ടിലൈസേഷൻ വളരെ ഭംഗിയായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു സെറ്റ് ബാക്ക് ഇവിടെ ഒരു പ്രൈവറ്റ് ഗ്രീൻ കോർട്ട്യാർഡാക്കി മാറ്റിയിരിക്കുന്നു. മഴയും വെയിലും എല്ലാം ഉള്ളിലെത്തുന്ന ഒരു കോർട്ട്യാർഡാക്കി മാറ്റിയിരിക്കുകയാണ് ഇവിടെ. ഇനിയും തീർന്നിട്ടില്ല. ഇത് നമ്മൾ ഇൻട്രോയിൽ തുടക്കത്തിൽ കാണിച്ച ഒരു സ്പേസാണിത്. ഇതുവഴി നമ്മൾ കടക്കുന്നത് നമ്മൾ ആദ്യം തുടക്കത്തിൽ കാണിച്ച ഒരു ഔട്ട്ഡോർ കോർട്ട്യാർഡിലേക്കാണ്. അപ്പോൾ ശരിക്കും ഈ ഒരു സ്പേസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സെപ്പറേറ്റ് ഒരു ബ്ലോക്കായിട്ട് നമുക്ക്, അതായത് വീടിൻ്റെ മറ്റ് സ്പേസുകളെ ഡിസ്റ്റർബ് ചെയ്യാത്ത ഒരു പ്രൈവറ്റ് സ്പേസായിട്ട് നമുക്ക് ഈ ഒരു ഇടങ്ങളെല്ലാം ലഭിക്കുകയും ചെയ്യും എന്നൊരു പ്രത്യേകതയുണ്ട്. വീട്ടുകാരുടെ ജീവിത രീതിക്കനുസരിച്ച് എല്ലാം കൈയൊതുക്കത്തിലുള്ള ഒരു സിമ്പിൾ കിച്ചനാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ചെറിയ സ്ഥലത്തും മാക്സിമം സ്റ്റോറേജ് ഇവിടെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഫുൾ ലെങ്ത് കബോർഡ്സ് ഉണ്ട്, ഇവിടെയുമുണ്ട്. കാറ്റിനും വെളിച്ചത്തിനും കൂടെ പ്രാധാന്യം നൽകിയാണ് ഈ ഒരു കിച്ചൻ്റെ ഡിസൈന്. നമ്മൾ ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ലെങ്ത് ഒരു വിൻഡോ ഉണ്ട്. ഇത് ഒരു ഹൊറിസോണ്ടലി ഓപ്പൺ ചെയ്യുന്ന രീതിയിലുള്ള വിൻഡോസ് കൂടാണ് ഇവിടെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. കിച്ചനോട് അനുബന്ധമായിട്ട് തന്നെ വളരെ ചെറിയൊരു വർക്ക് ഏരിയ, ഒരു ഡബിൾ സിങ്ക് ഉള്ള ചെറിയൊരു വർക്ക് ഏരിയ. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ പുകയില്ലാത്ത ഒരു അടുപ്പും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വർക്ക് ഏരിയയിൽ നിന്ന് വീടിൻ്റെ പുറകിലേക്ക് ഇറങ്ങാനുള്ളൊരു വാതിലുണ്ട്. നമുക്ക് ഇവിടെയും ധാരാളം പച്ചപ്പ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഡൈനിങ് ഹാളിൽ നിന്ന് നമ്മൾ കിടക്കുന്നത് ഇവിടേക്ക് വരുമ്പോൾ ചെറിയൊരു ബെഡ്റൂമുണ്ട്. അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ചെറിയൊരു പൂജാ സ്പേസ് ഒരുക്കിയിട്ടുണ്ട്. അവിടെ ഗ്ലാസ്സിൽ ദൈവങ്ങളുടെ രൂപങ്ങൾ വരച്ചിരിക്കുകയാണ്. ഇവിടെ സ്റ്റെയറാണ്. ഈ സ്റ്റെയറിൻ്റെ താഴെയുള്ള സ്പേസ് യൂട്ടിലൈസ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതൊരു ലോണ്ടറി സ്പേസ് ആയിട്ട് ആ സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ സ്റ്റെയർ സ്പേസ് ഈ ഹാൻഡ് റെയിൽ ഫുൾ ഒരു ഗ്ലാസ് ഫിനിഷിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു വുഡൻ ടൈൽ ഫിനിഷിലാണ് ഇതിൻ്റെ സ്റ്റെപ്സ് ചെയ്തിട്ടുള്ളത്. ഇത് ശരിക്കും ഒരു ഡബിൾ ഹൈറ്റ് സ്പേസ് ആണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ത്രൂ ഔട്ട് വെർട്ടിക്കൽ സ്കൈലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് കൊണ്ടുള്ള വെർട്ടിക്കൽ സ്കൈലൈറ്റ്സ്. അപ്പം ലൈറ്റ് നല്ല രീതിയിൽ ലഭിക്കുന്ന രീതിയിലുള്ള ഒരു ക്രമീകരണമാണ് അവിടെ ചെയ്തിട്ടുള്ളത്. താഴെ 2 ബെഡ്റൂംസ്, അതേപോലെ തന്നെ സിമിലർ പാറ്റേണിൽ മുകളിലും 2 ബെഡ്റൂംസ്. ഇത് ഒരു ബെഡ്റൂമാണ്. കൂടുതലും വീടിൻ്റെ ഇൻറ്റീരിയർ ഒരു വൈറ്റ് തീമിലാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രസരിപ്പും ശരിക്കും നമുക്ക് ഇവിടെ ഉള്ളിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടേക്ക് വരുമ്പോൾ ഒരു ഇൻബിൽറ്റ് സീറ്റിംഗ് പോലെ ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും ഈ വീടിൻ്റെ 2 നിലകളെ തമ്മിൽ വിഷ്വലി കണക്ട് ചെയ്യുന്ന ഒരു ഇടം കൂടിയാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് താഴെ ഫാമിലി ലിവിങ്ങിലെ കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. 10 മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ ഒരു കുഞ്ഞ് പിറക്കുമ്പോൾ മാതാപിതാക്കൾക്ക് ലഭിക്കുന്ന ഒരു സന്തോഷവും ചാരിതാർത്ഥ്യവും പോലെ തന്നെയാണ് കാത്തിരിപ്പിന്, ഒരുപാട് കഷ്ടപ്പാടുകൾക്കും കാത്തിരിപ്പിനൊടുവിൽ ഒരു വീട്, സ്വപ്ന ഭവനം സഫലമാകുമ്പോൾ വീട്ടുകാർക്ക് ലഭിക്കുന്നത്. ശരിക്കും ആ ഒരു സന്തോഷത്തിൻ്റെ നിറവിലാണ് ഈ വീട്ടുകാരും. അപ്പോൾ എവിടെ നോക്കിയാലും പച്ചപ്പിനാൽ ചുറ്റപ്പെട്ട ഈ സ്വപ്ന സുന്ദര ഭവനം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ കാണാനായിട്ട് മനോരമ വീടിൻ്റെ യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.